കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 2-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നീ മിസ്രൈമിലേക്ക് പോകരുത്. ഇംഗ്ലീഷ് ബൈബിളിൽ ഗോ നോട്ട് ഡൗൺ ടു ഈജിപ്റ്റ് എന്നാണ്. നീ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോകരുതെന്നാണ് ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്ഹാക്കിനോട് ദൈവം മിസ്രൈമിലേക്ക് നീ പോകരുത് എന്ന് പറയുവാൻ കാരണം? നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇസ്ഹാക്കിന്റെ പിതാവായ അബ്രഹാം ക്ഷാമം സമയമായപ്പോൾ മിസ്രൈമിലേക്ക് പോയി. ചെന്നപ്പോൾ നല്ല സ്വീകരണം അവിടെ ലഭിച്ചു. എന്നാൽ മടങ്ങിപ്പോരുമ്പോൾ ഒരു ഹാഗാറിനെയും കൂട്ടിക്കൊണ്ടാണ് മടങ്ങി വരുന്നത്. അതിൽ നിന്ന് ജനിച്ച മകൻ നിമിത്തം വാഗ്ദത്ത സന്തതി ഇന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇസ്ഹാക്കിനോട് പറയുന്നു, നിന്റെ പിതാവ് മിസ്രൈമിലേക്ക് പോയി, എന്നാൽ നീ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോകരുത്. അങ്ങനെ ഇസ്ഹാക്ക് ഗരാറിൽ പാർത്തു. ഗരാർ എന്ന വാക്കിൽ നാം മനസ്സിലാക്കുന്നത് അതൊരു വരണ്ട നിലമാണ്. ഡ്രൈ ലാൻഡ് എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം. എന്നാൽ ഇസ്ഹാക്ക് ആ വരണ്ട നിലത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി ഇസ്ഹാക്കിന് ലഭിച്ചു. വരണ്ട നിലത്ത് നിന്ന് ആർക്കും 100 മേനി ലഭിച്ച ചരിത്രമില്ല. എന്നാൽ ദൈവം പറയുന്ന ഇടത്ത് പാർത്താൽ, ദൈവം പറയുന്ന വാക്കനുസരിച്ച് പാർത്താൽ, നാം പാർക്കുന്നിടം എങ്ങനെയോ എന്നുള്ളതല്ല വിഷയം. ദൈവം അവിടെ അനുഗ്രഹിച്ചാൽ നമുക്ക് ലഭിക്കേണ്ടത് അവിടെ തന്നെയുണ്ട്. ചിലർ പറയാറുണ്ട്, ഇന്ന സ്ഥലത്തായിരുന്നെങ്കിൽ കുറച്ച് മെച്ചമായിരുന്നു, ഇന്ന രാജ്യത്തായിരുന്നെങ്കിൽ കുറച്ച് മെച്ചമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ദൈവം പറയുന്നിടത്ത് മാത്രമേ നാം പാർക്കാവൂ. അപ്പോസ്തലരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി, അവിടെ നിവാസങ്ങൾക്ക് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അപ്പൊ നാം എവിടെ പാർക്കണം, എന്നുവരെ പാർക്കണം എന്ന് ദൈവം നമ്മുടെ നിവാസങ്ങൾക്ക് അതിര് നിശ്ചയിച്ചിട്ടുണ്ട്. ആകയാൽ ദൈവം പറയുന്ന ആ ഇടത്ത് നാം പാർക്കുന്നെങ്കിൽ നമുക്ക് 100 മേനി നമ്മെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് കഴിയും എന്ന് നാം മറക്കരുത്. ആകയാൽ നാം താമസിക്കുന്ന സാഹചര്യങ്ങളെയോ നാം പാർക്കുന്ന ഇടത്തെയോ ഒരിക്കലും പഴി ചാരാതെ വണ്ണം ദൈവം പറഞ്ഞിട്ടാണ് നാം പാർക്കുന്നതെങ്കിൽ, ദൈവം പറഞ്ഞ വാക്കാണ് അനുസരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് അനുഗ്രഹം ദൈവം വച്ചിട്ടുണ്ട്. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി സ്തോത്രം. ഇന്ന് പകൽ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും.